നിർധനരുടെ ദാഹമകറ്റാൻ ഒരാൾ സ്വന്തം ചെലവിൽ നിർമ്മിച്ച് നൽകിയത് 30 കിണറുകൾ. മലപ്പുറം കോട്ടക്കൽ കാവതിക്കുളം സ്വദേശി അതുപ്പ ഹാജിയാണ് ആ നന്മയുള്ള മനുഷ്യൻ. നന്മ കുടിവെള്ള പദ്ധതി എന്ന പേരിൽ കിണറുകൾ നിർമ്മിച്ച് നൽകിയിരിക്കുകയാണ് ആ മനുഷ്യൻ. നമുക്ക് ആ വാർത്തയിലേക്ക് കടക്കാം. രണ്ടായിരത്തി സ്വന്തം നാട്ടിൽ ഒരു കിണർ നിർമ്മിച്ച് 40ഓളം കുടുംബങ്ങളുടെ ദാഹമകറ്റിയാണ് നന്മ കുടിവെള്ള പദ്ധതിയുടെ തുടക്കം. പിന്നെ 2ആയി, 3ആയി, ഇപ്പോൾ 30ആയി കിണറുകൾ. കുടിവെള്ളമില്ലെന്ന് ആരെങ്കിലും പറഞ്ഞാൽ അതുപ്പ ഹാജിക്ക് പിന്നെ വിശ്രമമില്ല. അവർക്ക് വെള്ളം എത്തിച്ചു നൽകിയേ അടങ്ങൂ. വെള്ളമില്ലാത്ത പ്രയാസങ്ങൾ അനുഭവിക്കുന്ന കുടുംബത്തിൻ്റെ ആ പ്രദേശങ്ങളൊക്കെ, ആ കോളനി പ്രദേശങ്ങൾ ചെന്ന് കണ്ടിട്ട് ഏറ്റവും പ്രയാസപ്പെട്ട് അനുഭവിക്കുന്നവരാണ് എന്നുണ്ടെങ്കിൽ ബോർവെല്ലാണെങ്കിൽ ബോർവെൽ, ഓപ്പൺ കിണർ, വെള്ളത്തിലെല്ലാ സഹായങ്ങളും ആ പാവപ്പെട്ട കോളനി പ്രദേശങ്ങൾ ചെയ്തു കൊടുക്കുക. എൻ്റെ ലക്ഷ്യം മുഴുവൻ അത് തന്നെയാണ്. പാവപ്പെട്ട ആര് വെള്ളത്തിന് പ്രയാസപ്പെടുന്നുണ്ടോ അവർക്ക് വെള്ളം ഇങ്ങനെ എത്തിക്കാൻ കഴിയും, അത് ചെയ്തു കൊടുക്കാനുള്ള ലക്ഷ്യമാണ്. സൗജന്യമായി കിണർ നിർമ്മിച്ചു നൽകാൻ മൊയ്തുപ്പ ഹാജിക്ക് കാരണവുമുണ്ട്. ഞാൻ ഈ വെള്ളത്തിന് പ്രയാസം അനുഭവിച്ച ഒരാളാണ്. കുറേ മുമ്പ് എൻ്റെ മാതാവ് ജീവിച്ചിരിക്കുന്ന കാലത്ത് മാതാവ് വെള്ളത്തിന് പ്രയാസപ്പെട്ട് അന്യ വീടുകളിലും അന്യ സ്ഥലങ്ങളിലും വെള്ളം കോരിക്കൊണ്ടുവരുന്നു. കുടത്തിൽ കൊണ്ടുവന്ന രംഗങ്ങൾ അതൊന്നും എൻ്റെ മനസ്സിൽ നിന്ന് പോയിട്ടില്ല. ഈ അനുഭവം വെച്ചുകൊണ്ട് തന്നെയാണ് മറ്റുള്ള ആളുകളൊന്നും വെള്ളത്തിന് പ്രയാസപ്പെടരുത് എന്ന് വിചാരിച്ച് നന്മ കുടിവെള്ള പദ്ധതി എന്ന സംരംഭം ഞാൻ തുടങ്ങാൻ തന്നെ കാരണമുണ്ടായത്. കുടിവെള്ള പ്രതിസന്ധി മൂലം പണം കൊടുത്തും മറ്റും കുടിവെള്ളം വാങ്ങിയവർക്ക് സൗജന്യമായി കിണർ ലഭിക്കുമ്പോഴുള്ള സന്തോഷം ചെറുതല്ല. കിണറുണ്ടാക്കി ഈ വെള്ളം കൊണ്ട് നമുക്ക് ഉപയോഗിക്കേണ്ടത്, അതുകൊണ്ട് ഞങ്ങൾക്കെല്ലാം നല്ല ഉപയോഗമായി. ഈ കുറച്ച് പേര് 24 വീട്ടിൽ ഈ വെള്ളമാണ് ഉപയോഗിക്കേണ്ടത്. അത് വലിയൊരു അനുഗ്രഹമായി. 1.5 കിലോമീറ്റർ ദൂരത്തിൽ ഇവിടെ തന്നെ പല വീട്ടുകാർക്കും, എന്നല്ല ഈ മുക്കാൽ ഭാഗം വീട്ടുകാർ ഉപയോഗിക്കുന്നത് വെള്ളമാണ്. ഇതിപ്പോൾ അതിൻ്റെ നന്മ, ഹൃദയത്തിലെ നന്മ കമ്പനിയിലൂടെ അദ്ദേഹം അഡ്രസ് ചെയ്തു. അത് വലിയൊരു ഉപകാരമാണ്. ജീവകാരുണ്യ പ്രവർത്തന മേഖലയിൽ മൊയ്തുപ്പ ഹാജി സജീവമാണ്. 24 മലപ്പുറം. എന്തായാലും അതുപ്പ ഹാജിക്ക് ഒരു ബിഗ് സല്യൂട്ട്. ഇത്രയും നല്ല മനുഷ്യരൊക്കെ നമുക്കിടയിലുണ്ടല്ലോ, അത് ഓർക്കുമ്പോൾ തന്നെ സന്തോഷം. വളരെ ഉചിതമായ ഒരു കാര്യം മൻസൂറിയൊക്കെ പറഞ്ഞിരിക്കുന്നു. കൊന്നവൻ്റെ മരണ സർട്ടിഫിക്കറ്റ് കൊല്ലപ്പെട്ട ആളുടെ പേരിൽ കാലം കാത്തുവെച്ച കാവ്യനിധി. ഈ ശാന്തൻ എന്ന് പറയുന്ന ആൾ രാജീവ് ഗാന്ധി ആശുപത്രിയിൽ മരിക്കുമ്പോൾ ഉണ്ടായ പ്രശ്നമാണ്. ഇന്ന് മാത്രമല്ല, ഈ ശാന്തൻ എന്ന് പറയുന്ന ഉൾപ്പെടെയുള്ള 7 പ്രതികളാണ് രാജീവ് ഗാന്ധിക്ക് മരണ വാറണ്ട് എഴുതിയത്. ആ മരണ വാറണ്ട് എഴുതിയ ആളിന് കിട്ടിയത് മരണ സർട്ടിഫിക്കറ്റ് രാജീവ് ഗാന്ധിയുടെ പേരുള്ള ആശുപത്രിയിൽ നിന്ന്. അങ്ങനെയും ഒരു കാവ്യനിധി ഈ കാര്യത്തിലുണ്ട്.